നമുക്കെല്ലാവർക്കും അറിയാം, കുട്ടനാട് മേഖലയിലൂടെ കാലവർഷം വന്നാൽ ആരും ചങ്ങനാശ്ശേരിക്ക് പോയില്ല. കോട്ടയം വഴി പിന്നെ തെരഞ്ഞെടുക്കും. ഇപ്പൊ 700 കോടി രൂപയിലധികം ചെലവഴിച്ച് നിർമ്മിച്ച ആലപ്പുഴ ചങ്ങനാശ്ശേരി പാത പ്രളയാനന്തരമുള്ള നിർമ്മാണ പ്രവർത്തനത്തിന്റെ മകുടോദാഹരണമല്ലേ. അതുപോലെ തന്നെ കുറച്ച് വീടുകൾക്ക് വേണ്ടി ഇത്ര പണം ചെലവഴിക്കണോ എന്ന ചിന്തയിൽ നിന്ന് മാറി എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒപ്പം കൊണ്ടുപോകണം എന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായി പെരുമ്പടം പാലം വന്നു. ചെല്ലാനം കടപ്പുറം നോക്കൂ, 8 മന്ത്രിമാരുണ്ടായിരുന്നു കേന്ദ്രത്തിൽ, 8 പേർ. അവിടുത്തെ MLA ഫിഷറീസിന്റെ മന്ത്രിയായിരുന്നു. തീരദേശം സംരക്ഷിക്കേണ്ടത് കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തമായിരുന്നു. എന്നാൽ അന്ന് മുഴുവൻ കടലിൽ കായം കിടക്കലായിരുന്നു. കരിങ്കല്ല് കൊണ്ടിടും, അടുത്ത പ്രളയത്തിന് വീണ്ടും ഇടും. പ്രളയം കയറുമ്പോൾ എല്ലാവരും ഫോട്ടോഷൂട്ടിന് പോകും. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോ ഈ 402 കോടി ചെലവഴിച്ച പദ്ധതി നോക്കുമ്പോൾ 1 കിലോമീറ്ററിന് 65 കോടി രൂപയാണ് സർക്കാർ ചെലവഴിക്കുന്നത്. അപ്പൊ അത്രയും അധികം പണം 1 കിലോമീറ്റർ ചെലവഴിക്കുന്നു പറഞ്ഞാൽ ഈ തീരദേശത്ത് താമസിക്കുന്നത്, ഞങ്ങളൊക്കെ അവിടെ പോയി നോക്കിക്കാലത്ത് എത്രയോ മണല് വീടുകളിൽ നിന്ന് വാരിക്കൊടുത്ത് കൊണ്ടുപോയിട്ട് മാറ്റി പുറത്തേക്ക് താമസിക്കാൻ വേണ്ടി വളരെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി. ഇപ്പൊ നോക്കി എത്ര ശാന്തമായി അവർ ജീവിക്കുന്നു. ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്, ഈ ഗവൺമെന്റിന് അല്ലാതെ, സാധാരണക്കാരെ പക്ഷം എടുക്കുന്ന ഈ ഗവൺമെന്റ് അല്ലാതെ ഇതുപോലെ അത്രയും പണം ചെലവഴിച്ച് സാധാരണക്കാരായ തീരദേശവാസികളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കാൻ കഴിയും?